അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ ഇനി എടുക്കാനുള്ള ക്ലാസ് ഏഴാമത്തതാണ്. സൂറത്തുൽ അസ്ർ ആണ് നമുക്ക് എടുക്കാനുള്ളത്. അത് എടുക്കുന്നതിൻ്റെ മുമ്പ് ഓൺലൈനായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 9495080857 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി എടുക്കുന്ന ക്ലാസ് ഏഴാമത്തെ ക്ലാസ്സാണ് സൂറത്തുൽ അസ്ർ. ഇത് ഓതിത്തരുന്നതിൻ്റെ മുമ്പ്, ക്ലാസ് എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, സൂറത്തുൽ അസ്ർ ഓതുമ്പോൾ നമ്മൾ വൽ അസർ എന്നോതും. അസർ അപ്പോൾ ഇവിടെ ആ എന്നല്ല, ആ എന്നാകും. ഇവിടെ ആ എന്നാണ്, ഐനാണ്. വൽ അസ്ർ എന്ന. അതേപോലെ ഇവിടെ നമ്മൾ ഓതുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, മുസ്ഹഫ് നോക്കിയിട്ട് നല്ലോണം മനസ്സിലാക്കണം. ഇതിൽ കാണുന്നില്ലെങ്കിൽ ഇവിടെ സ് എന്നാണ്, സോ സ്വീ സു സ്. നമ്മളധികവും ഓതുമ്പം വൽ അസർ സാ എന്നാ പറയുക, സീനാണ് പറയുക. അത് ഭയങ്കര തെറ്റാണ്. അതേപോലെ ഇന്നൽ ഇൻസാന ലഫി ഹുസ്ർ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഹുസിരിൻ. അപ്പോൾ ഇവിടെ ഹു സ് എന്നുള്ളിടത്ത് സാ എന്നാണ് എല്ലാവരും ഓതുന്നത്. നോക്കിയേ, മുസ്ഹഫിൽ എത്ര പ്രശ്നമാണ് നമുക്കുണ്ടാകുന്നത്. ഹു സ് റിൻ, ഹുസിർ എന്നാണ് വഖഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹുസർ എന്ന് ഓതുന്ന ആളുകളുണ്ട്, സാ എന്ന് ഓതുന്ന ആളുകളുണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഹു സ് റിൻ, ഹുസിർ, ഹുസിർ അങ്ങനെയാണ് വഖഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സാ എന്നല്ല, സ് എന്നാണ്. മറ്റൊന്ന് ഇനി നോക്കിക്കോളി, ഇല്ലല്ലദീന, ഇല്ലല്ലദീന, ഇല്ലല്ലദീനയാകരുത്, പുള്ളിയുള്ള ദാലാണ്. ഇല്ലല്ലദീന ആമനു, ഹാമനു എന്നാകരുത്, ആമനു. വഅമിലുസ്സാലിഹാത്തി, വഅമിലുസ്സാലിഹാത്തി. ആ വതവാസൗ, നമ്മൾ വതവാസൗ എന്നൊക്കെ ഓതും, വതവാസൗ എന്നൊക്കെ. അങ്ങനെയല്ല, വതവാസൗ ബിൽ ഹഖി. കണ്ടോ, ഖാഫാണ്, ബിൽ ഹഖി, ഹ ബിൽ ഹഖി. വതവാസൗ ബിസ്സബ്ർ, ബിസ്സബർ എന്നോതലുണ്ട്, അത് തെറ്റാണ്. ബി സോ ബർ എന്നല്ല, ബ് എന്നാണ്. ബ ബി ബു ബ് എന്നതാണ്. അപ്പം ബിസ്സബ്, ബിസ്സബ് അങ്ങനെയാണ് വഖഫ് ചെയ്യുക. നമ്മൾ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ അങ്ങനെ ഓതരുത്. അള്ളാൻ്റെ ഖുർആനാണ്. നമുക്ക് അള്ളാഹ് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാൻ്റെ ഖുർആൻ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഖുർആൻ നമുക്ക് മഹ്ശറയിൽ നിന്ന് സാക്ഷി നിൽക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടണം. ഇനി ഞാൻ ഓതുകയാണ് കേട്ടോ. ഓതുമ്പോൾ ശ്രദ്ധിക്കുക. വൽ അസ്, വൽ അസ്, വൽ അസ് അങ്ങനെ ഓതുക, വൽ അസ്ർ എന്നല്ല. അപ്പോൾ ഇതിങ്ങനെ പഠിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. വൽ അസർ, വൽ അസർ എന്ന് പഠിച്ച് ശീലിച്ച ആളുകൾക്ക് മാറ്റിയെടുക്കാൻ പ്രയാസം വരും. അപ്പോൾ ഇത് കേട്ട് കേട്ട് മനസ്സിലാക്കുക. വൽ അസ്, വൽ അസ് ഇന്നൽ ഇൻസാന. ഇവിടെ ഇന്ന സദ്ദുള്ള നൂനിനെ മണിക്കണം. അതേപോലെ സദ്ദുള്ള എല്ലാ മീമിനി മണിക്കണം. അപ്പോൾ ഇന്നൽ ഇൻസാൻ വൽ അസ്ർ
ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ലഫീ ഖുസ്ർ ലഫീ ഖുസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നാണ് പറയാതെ ഖുസ്ർ എന്നാണ് പറയരുത്. പിന്നെ ഖുസ് അങ്ങനെ കേട്ടില്ല ആ രൂപത്തിൽ റീനെ വഖഫ് ചെയ്യുക റീനെ കേട്ടോ. നിക്കോളി വൽ അസ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ഉണ്ടോ? വതവാസൗ ബിൽ ഹഖ്. ഇവിടുന്ന് ഇവിടം വരെ എല്ലാ തജ്വീദിൻ്റെ നിയമം എടുത്ത് ഓതാൻ എനിക്ക് ശ്വാസം കിട്ടൂല. അപ്പോൾ ഇവിടെ ഞാൻ നിർത്തി. നോക്കിക്കോളൂ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ്. അപ്പോൾ ഇവിടെ വഖഫില്ലല്ലോ. ഇത് വഖഫിൻ്റെ അടയാളമാണ്. ഇത് ഒക്കെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ വഖഫില്ലാത്തത് കൊണ്ട് തന്നെ വഖഫില്ലാത്ത സ്ഥലത്ത് നമ്മൾ ശ്വാസം മുട്ടുമ്പം ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ എവിടെയും ഈ നിയമമാണ് ഖുർആനിൽ. വഖഫില്ലാത്തടത്ത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഇവിടുന്ന് മുന്നിന്ന് എടുത്ത് ഓതണം. അപ്പോൾ ഒന്നും കൂടെ പറയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ഇവിടെ അങ്ങോട്ട് ഓതാൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം തിങ്ങിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ നിർത്തിയപ്പം ബിൽ ഹഖ് എന്നുള്ളിടത്ത് ബിൽ ഹഖ് എന്ന് നിർത്തി. വഅമിലുസ്സാലിഹാത്ത് വരെ ഓതുന്ന ആളുകൾ അവിടെ നിന്ന് അങ്ങോട്ട് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ വഅമിലുസ്സാലിഹാത്ത് അങ്ങനെ നിർത്തണം. നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും വഖഫില്ലല്ലോ. ഇതാണല്ലോ വഖഫിൻ്റെ ചിഹ്നങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ വഖഫില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വഖഫിനെ പറ്റി നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വഖഫില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഇവിടുന്ന് എടുത്തോതണം. ഇവിടെ നിർത്തി കുറച്ച് ഇവിടുന്ന് എടുത്തോതണം കേട്ടോ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ 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 അങ്ങനെയാണ് ഓതുക. നോക്കിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ ബിസ്സബ്ർ. കണ്ടോ? അപ്പോൾ ഇവിടെ ബിസ്സബർ എന്നല്ല ബിസ്സബിർ എന്നാണ്. ബിർ ബിർ ബ് 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 ഇർ എന്ന് പറയാൻ പാടില്ല. ആ പൊട്ടാൻ പാടില്ല. ബിസ്സബ് ബിസ്സബ്. കണ്ടോ? വൽ അസ്ർ വൽ അസ്ർ എന്നിട്ട് ഓതാതെ വൽ അസ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇങ്ങനെ ഓതി നമ്മൾ പഠിക്കുക. പ്രത്യേകം അക്ഷരങ്ങളൊക്കെ മഖ്റജിൽ നിന്ന് പറയാൻ നല്ലോണം പരിശ്രമിക്കണം. ഖുർആൻ ഓതാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് വലിയ നഷ്ടമല്ലേ? അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ട് ഇപ്പം മലയാളമൊക്കെ നമ്മൾ ശേഷം എന്നുള്ളിടത്ത് ശേഷം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്പെല്ലിങ് തെറ്റിയാൽ നമുക്ക് വലിയ നാണക്കേടാ മലയാളം പറയുമ്പോൾ. അതല്ല പ്രശ്നം. നേരെ ഖുർആൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചൊന്ന് കുറ്റം കിട്ടും. മനഃപൂർവ്വം നമ്മൾ അശ്രദ്ധ കാരണം ഖുർആൻ്റെ അക്ഷരങ്ങൾ മാറാൻ പാടില്ല. മലയാളമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നാണക്കേടാണ് അക്ഷരം മാറിയാൽ.
പക്ഷേ അറബി തെറ്റിയാലോ നമ്മൾ ആരും വേണ്ടതുപോലെ ചിന്തിക്കണില്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇങ്ങനെ ഓതി പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഓതിത്തരാനും ഓത്തിലുള്ള തെറ്റുകൾ തിരുത്താനും ആഗ്രഹിക്കുന്ന ആളുകൾ ബന്ധപ്പെടുക. 949508 വീണ്ടും 0857. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം ഇരു ലോകത്തും വിജയത്തിലെത്തിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.